ഒരു നര കാണിക്കാൻ പോലും 70 കഴിഞ്ഞ വലിയ മഹാനടന്മാർ പോലും മടി. ദാരിദ്ര്യമോ പട്ടിണിയോ കലഹമോ പ്രശ്നങ്ങളോ വേദനകളോ ഒക്കെ കല്ലുപോലെ നിന്ന് നേരിടുന്ന ഒരു അമ്മയാണ്. തിയേറ്ററിൽ പോയിട്ട് ശിവാജിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ മൂക്കും കണ്ണും പിഴിഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ വീങ്ങി ഇറങ്ങി വരത്തുള്ളൂ. ടൂറ്, ആഘോഷങ്ങൾ, പൊട്ടിച്ചിരികൾ, ഉത്സവങ്ങൾ എവിടെയും ഞാൻ പങ്കെടുത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ വരാൻ കുറവാണ്. പക്ഷെ ഒരുപാട് മരണം. ഒരു 99% സത്യസന്ധമായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടവും പട്ടിണിയും പരിവട്ടവുമായിട്ടേ പോകാൻ പറ്റുള്ളൂ. സമാധാനം ഉണ്ടാവില്ലേ? അതുണ്ടാവും. പക്ഷെ വിശപ്പിന് സമാധാനം മാത്രം പോരാതെ വരും, പ്രാരബ്ധങ്ങൾക്ക് അത് പോരാതെ വരും. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നിരത്തി എല്ലാവരും ഉപ്പുമാവ് ഊണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഗവൺമെന്റ് സ്കൂളിൽ. നമ്മൾ അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളിരിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല. നമ്മൾ വിശന്നിരുന്ന് നോക്കിയിരുന്നിട്ട് വന്നാലും പബ്ലിക്കായിട്ട് ചെയ്യില്ല. സ്വന്തമായിട്ട് അതിനെല്ലാം താണ്ടി സ്വന്തമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴുള്ള വൈരാഗ്യമാണ് മുഖത്ത് ഒരു വില്ലനിസം തോന്നിച്ചത്. എന്തോ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കണം എന്ന് പറയുന്നത്, ദുഷ്ടരൊഴിച്ചുള്ള ശിഷ്ടര് സുഖമായിട്ടിരിക്കണം. അതായത് നന്മയുള്ളവരും ഭക്തരുമായിട്ടുള്ള മനുഷ്യർ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതി. അവർക്ക് ജീവിക്കാനല്ലേ ഇടം വേണ്ടത്. അല്ല, ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി ദാരിദ്ര്യം നമുക്കുള്ളത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ലാവിഷായിട്ട് കിട്ടിയാൽ അതെങ്ങോട്ട് പോയെന്ന് കാണാൻ പറ്റില്ല, എവിടേക്കോ പോകും. അത് തീർക്കാൻ കുറേ 4 വരും, പോകാൻ പാടില്ലാത്തടത്തൊക്കെ ആ പണം പോകും. ഈയിടെ അദ്ദേഹം ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടു. അയാൾ പ്രൊഡ്യൂസറുമായി. അപ്പോൾ പ്രൊഡ്യൂസറായ വാർത്തയൊക്കെ അറിയുമ്പോൾ ഞാൻ വിചാരിക്കും ദുഷ്ടന്മാർക്ക് ഇങ്ങനെ വളരുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരവസ്ഥയിൽ മരിച്ച നിലയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈയിടെ ഒരു വാർത്ത കേട്ടു. നന്മ ചെയ്യുന്നവന് നാശമേ ഇല്ല, സമാധാന കുറവുമില്ല. ഇതിനെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് കാലിങ്ങനെ പിടിച്ച് കയ്യിലോട്ട് മോനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടിനാവിയിൽ നിന്ന് ഒരു ചൂട് ബോംബ് വരുന്ന പോലെ വന്നിട്ട് കണ്ണീന്ന് കുടുകൂടാന്ന് തിളച്ച വെള്ളം ഇങ്ങനെ മൂക്കിന്ന് കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അനക്കൊന്നുമില്ല, എങ്ങനെ നോക്കിയിട്ടിരിക്കുക. അന്ന് കാണാക്കിന സീരിയൽ നടന്നുകൊണ്ടിരിക്കും. വില്ലനല്ലേ, അപ്പൊ അവിടെ ഇരുന്ന് ചീത്ത വിളിക്കും കാണുമ്പോഴത്തേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോഴത്തേക്ക് എന്തായാലും നേരിട്ട് കാണാലോ എന്നോർത്ത് അങ്ങനെ കാണാനും ഒത്തിരി പേരുണ്ടായിരുന്നു. കാണാൻ വന്നപ്പോ അല്ല, ശരിക്കും പെണ്ണ് കാണല്ലായിരുന്നു, അയലക്കങ്കാരെല്ലാം കൂടെ കാണാക്കിനാലോ വില്ലനെ കാണാൻ വന്നതാണല്ലേ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കവിരാജ് ചേട്ടനും കുടുംബമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കവിരാജ് ചേട്ടൻ, അനു ചേച്ചി, നാരായണൻ. മോന്റെ മുഴുവൻ പേരെങ്ങനെയാ? ശ്രീബാല ഗോപാല നാരായണൻ. അതന്നെ, ശ്രീബാല ഗോപാല നാരായണൻ. ഭയങ്കര വലിയ പേരാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത്രയും വലിയ പേര് ഒരാൾക്ക് എങ്ങനെയാണ്? അപ്പോഴാണ് സിമ്പിളായിട്ട് വിളിക്കുന്ന കേട്ട നാരായണ. കവിരാജന്റെ ഈ എറ്റേറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. സീരിയസ്ലി നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. നമ്മൾ ഫസ്റ്റിങ് വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ സിനിമയിൽ മസിൽ പിടിച്ചിട്ടുള്ള ആ ചുള്ളൻ ചെക്കൻ, മുടി നീട്ടിയ, പക്ഷെ ഇത് മുടി പുറകോട്ട് കെട്ടി വെച്ചതേ ഉള്ളൂ, ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ടോട്ടലി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഇമേജിലാണ് നിന്നത്. കഴുത്തേലെ രുദ്രാക്ഷവും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനൊരു ഭയങ്കര ഇതായി. ഞാൻ ചേട്ടൻ്റെ ഒരു കഥയല്ല, ജീവിതം കഴിഞ്ഞ കേട്ടിരുന്നത്. അതായത് ശരിക്കും സിനിമാ മോഹവുമായിട്ട് നടന്നൊരു വ്യക്തി, അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തപ്പെടുകയും പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ജീവിതം തിരക്കഥ കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു കഥയാക്കാവുന്ന ഒരു ജീവിതമുള്ള ആളാണ് ചേട്ടൻ. ഇപ്പോഴുള്ള ഈ അവസ്ഥ, അതായത് മുന്നേ ഉണ്ടായിരുന്ന ഒരു കവിരാജ്, ഇപ്പോൾ ഉള്ള സ്വാത്വികൻ. പണ്ടേ സ്വാത്വികനാണ്. സാത്വികൻ മീൻസ് വളരെ മൃദുലമായ മനസ്സ്, പ്രവൃത്തി ചെയ്യുന്ന അങ്ങനെ ഒരു വിഭാഗം. ആത്മീയതയുള്ളവരെല്ലാം സാത്വികരായിട്ട്, അതായത് ഭക്ഷണം പോലും അത് ആരെയും ഹിംസിക്കാതെ എന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പോൾ അതിനാണ് സ്വാത്വികം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കാലം ആത്മീയമായ രീതിയിൽ തന്നെയാണ് പണ്ട് തൊട്ടേ. പക്ഷെ ഈ അടുത്ത് മോനെ കാരണമാക്കിയാണ് നമ്മൾ കൂടുതൽ ഡീപ്പാകുന്നത്. മോനെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനേക്കാളും വലുത് വേറെ ആരും ഇല്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അത്. പിന്നെ വിധിവശാൽ വരുന്നതാണ്. ചോദിച്ചോളൂ. അല്ല, ചോദ്യങ്ങളൊന്നും ഇല്ല ചേട്ടാ, നമ്മൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതിൽ ചോദ്യ ഉത്തര പരിപാടിയോ പങ്ക്തികളോ ഒന്നുമില്ല. അപ്പൊ നേരത്തെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞതിൽ എന്താ സംഭവം എന്ന് വെച്ചാലേ, ഈ വേഷത്തിന്റെ അല്ലാതെ തന്നെ കാലം വരുത്തുന്ന കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഫിസിക്കലി ഉണ്ടാവും, നമ്മുടെ ശീലങ്ങളിൽ നിന്ന് വരും. സിനിമയിൽ പൊതുവെ ഒരു ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു സ്ക്രീനിൽ പ്രേക്ഷകർ എങ്ങനെ കാണുന്നോ ആ ചട്ടക്കൂട് വിട്ടിട്ട് ഒരു 90% ആർട്ടിസ്റ്റുകളും പുറത്ത് വരത്തില്ല. അപൂർവം ഒരു രജനീകാന്ത് വരുന്നത് ഒഴിച്ചാൽ ഒരു നര കാണിക്കാൻ പോലും 70 കഴിഞ്ഞ വലിയ മഹാനടന്മാർ പോലും മടിക്കും ഒരു കാലം വരെയും. ഇപ്പോഴും അങ്ങനെയല്ല. അപ്പം ഞാൻ പണ്ടേ ജീൻസും ടീഷർട്ടും ഷൂവും ഒക്കെ ഇട്ടാൽ എനിക്ക് ഇപ്പോഴും നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ശീലവേ ഇല്ല. പക്ഷെ അവിടെ നമ്മൾ
ആദ്യമായിട്ട് ലൊക്കേഷനിൽ നിറത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അതൊന്നും ഇല്ല, ബാഗില്ല. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ല. ഒരു കൂട്ടുകാരൻ്റെ ബാഗ്, ഒരു കൂട്ടുകാരൻ്റെ ജീൻസ്, ഒരു കൂട്ടുകാരൻ്റെ ഷൂ വാങ്ങിച്ച് ഇതെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് വണ്ടിക്കൂലി ഒപ്പിച്ചിട്ടാണ് നേരെ ലൊക്കേഷനിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തേക്ക് തവള നടക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ എന്തോ പിന്നെ അത് ഭയങ്കര ഫ്രീക്കാന്നൊക്കെ ആരൊക്കെയോ തോന്നി, ആരൊക്കെയോ പറഞ്ഞ് ഞാനും അതിനായിട്ട് അങ്ങനെ ആ വേഷത്തിന് വേണ്ടിയിട്ട് വേഷം കെട്ടി എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സിനിമ മോഹം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അമ്മ പണ്ടൊക്കെ ഈ TV ഒന്നും ഇല്ലാത്ത കാലത്ത് വീട്ടമ്മമാർ ജോലി കഴിഞ്ഞാൽ അയൽപക്കത്തെ ചേച്ചിമാരെല്ലാം കൂടെ ചേർന്ന് ഈ പ്ലേറ്റ് ഇടും, പാട്ടിടുമല്ലോ, കോളാമ്പിയിൽ പാട്ടിടും സിനിമ തുടങ്ങാറാകുമ്പോൾ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഒരു 3 കിലോമീറ്റർ കേൾക്കാം സിനിമ തുടങ്ങാറായി, ടിക്കറ്റ് കൊടുക്കാറായെന്ന്. അപ്പൊ ഇവർ പടപെടാൻ സാഹചര്യം കൊടുത്ത് കെട്ടിയനൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ സ്കൂളിൽ വിട്ട് അമ്മമാരെല്ലാം കൂടെ സിനിമയ്ക്ക് പോകും, മാറ്റിനി കാണാനാണ് പോകുന്നത്. എന്നിട്ട് കെട്ടിയമാര് വീട്ടിൽ വരുന്നതിന് മുമ്പ് ഇവർ സാരിയൊക്കെ കഴിച്ച് ഇരിക്കും, അരിപ്പറക്കിയിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ അല്ല, നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എല്ലാ അമ്മമാരും ഒക്കെ ചെയ്യും. അപ്പുറത്തെ അമ്മയൊക്കെ എപ്പോഴും പറയും കഥ. അതേ കൂട്ടുകാരികളെല്ലാം കൂടെ. വേറെ ഒന്നുമില്ല, മംഗളം മനോരമയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പൊ സിനിമ കാണല് അന്ന് അപൂർവമാണ്. ഒരു സിനിമ 150 ദിവസം കഴിയാതെ തീർന്ന് മാറത്തുമില്ല. ഇന്നത്തെ പോലെ ടകടകടകാന്ന് വാൾ പോസ്റ്റ് ഒട്ടിച്ച് മാറുന്ന ഒരു സിസ്റ്റം ഇല്ലല്ലോ. അപ്പോൾ മാസത്തിലോ വർഷത്തിലോ 2-3 സിനിമ ഇവർ കാണുള്ളൂ. അതിങ്ങനെ നുള്ളിപ്പെറുക്കി അന്ന് 8 അല്ലേ ഉള്ളൂ ഫ്രണ്ടിലിരിക്കാൻ. AC തിയേറ്റർ ആദ്യമായിട്ട് ആലപ്പുഴ വന്നപ്പോഴേ അതിന് ബാൽക്കണിക്ക് 3 രൂപയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കുഞ്ഞ് ഞാനായതുകൊണ്ട് അമ്മ എന്നെ മടിയിലിരുത്തി പോകും. എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, ബാക്കി എല്ലാം സ്കൂളിൽ പോകും, അച്ഛൻ ജോലിക്കും പോകും. അപ്പുറത്തെ ചേച്ചിമാരുമായിട്ട് അമ്മ പോകുമ്പോൾ അമ്മയുടെ ഒക്കത്ത് ഞാൻ കാണും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ചെറിയ സീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കന്യാകുമാരി കണ്ട ഓർമ്മ. കമലഹാസന്റെ മലയാള പടം തോന്നുന്നു, അതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ എനിക്ക് ഓർമ്മക്കുറവുകൾ കുറച്ചുണ്ടെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഷാർപ്പായിട്ട് ഓർമ്മയുണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പൊ അതെനിക്ക് തോന്നുന്നൊരു അത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവാജി ഗണേശൻ അദ്ദേഹത്തിന്റെ തമിഴൊക്കെയാണ് അമ്മ കൂടുതൽ ഇഷ്ടപ്പെട്ട് കാണുന്നത്. അപ്പൊ വീട്ടിൽ നിന്നുള്ള ഒരു ഒടുക്കത്തെ ദാരിദ്ര്യമോ പട്ടിണിയോ കലഹമോ പ്രശ്നങ്ങളോ വേദനകളോ ഒക്കെ കല്ലുപോലെ നിന്ന് നേരിടുന്ന ഒരു അമ്മയാണ്. തിയേറ്ററിൽ പോയിട്ട് ശിവാജിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ മൂക്കും കണ്ണും പിഴിഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ വീങ്ങി ഇറങ്ങി വരത്തുള്ളൂ. റേഡിയോ നാടകം കേട്ടാലും ഭയങ്കരമായിട്ട് കരയും. ഈ അടക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരും ഇല്ലാത്തപ്പോൾ ഈ റേഡിയോയിൽ കൂടെ കേൾക്കുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് കരയുന്ന ഒരു അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതുമായിരിക്കാൻ കിട്ടിയിരിക്കുന്നത്. നമ്മളൊക്കെ കല്ലുപോലെ എന്ത് വന്നാലും വില്ല് പോലെ നിൽക്കും. പക്ഷെ ഇപ്പോഴും TV-യിൽ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാലില്ലാത്തവർ നാടുന്നതും പട്ടിണി കിടന്ന് വന്നവർ പാടി കയ്യടി വാങ്ങിക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഇവള് കളിയാക്കും ചിലപ്പോൾ ശരി. ഞാൻ ഇങ്ങനെ ഇപ്പോഴും കണ്ടാൽ നമുക്ക് സങ്കടം വരും, നമുക്ക് പെയിൻ എടുക്കുന്ന പോലെ. ചേട്ടന്റെ ചെറുപ്പത്തിലെ തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വിട്ടിട്ട് നിങ്ങൾ പോകുന്നതും പിന്നീട് അച്ഛന്റെ മരണവും. അച്ഛന്റെ കൊച്ചിലെ മരണമാണ്. പക്ഷെ മരണം ഒരുപാട് മരണം എന്ന് പറയാൻ. മരണം ഞാൻ ഏറ്റവും കൂടുതൽ മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ ടൂറ്, ആഘോഷങ്ങൾ, പൊട്ടിച്ചിരികൾ, ഉത്സവങ്ങൾ എവിടെയും ഞാൻ പങ്കെടുത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ വരാൻ കുറവാണ്. പക്ഷെ ഒരുപാട് മരണം. ആ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് കൊച്ചിലെ സ്നേഹം കൊണ്ട് മൂടുന്നൊരു സൗഹൃദം, അത് എൻ്റെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു പോയി. അങ്ങനെ കൊച്ചിലെ അപ്പൻ്റെ മരണം, അങ്ങനെ മരണം വന്നിട്ട് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂടപ്പുറപ്പ് സിനിമ സീരിയലൊക്കെ ഉണ്ടായിരുന്നു ആണ്. ഞാൻ ഇൻഡസ്ട്രി വരാനൊരു കാരണവും പുള്ളിയാണ്. ചോദിച്ചതിലേക്ക് വരാം. സിനിമ മോഹം കൊണ്ടിട്ടല്ല, സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പ്രാരബ്ധങ്ങൾ വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധമായിട്ട് ഏതൊരു തൊഴിൽ ചെയ്താലും അതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് അഷ്ടിയും കഷ്ടിയുമായിരിക്കും. എല്ലാ തൊഴിലിലും കുറച്ച് ബിസിനസ് മൈൻഡഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അത് എന്തും, പൂജയാണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, ഇനി എന്ത് ബിസിനസ് ആണെങ്കിലും ഒരു 99% സത്യസന്ധമായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടവും പട്ടിണിയും അല്ലെങ്കിൽ പരിവട്ടമായിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുണ്ടാവും. പക്ഷെ വിശപ്പിന് സമാധാനം മാത്രം പോരാതെ വരും, പ്രാരബ്ധങ്ങൾക്ക് അത് പോരാതെ വരും, അസുഖങ്ങൾക്ക് അത് പോരാതെ വരും. വാർദ്ധക്യമുള്ള അമ്മയോ പിള്ളേർ പഠിക്കുന്നിടത്തൊക്കെ വരുമ്പോൾ പെങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പഠിത്തത്തിനൊക്കെ നമുക്ക് സമാധാനം മാത്രം പോരാതെ വരും. അത് കണ്ടെത്തണ്ടേ, ഫീസ്, അത് ഇത്. അപ്പോൾ അതിനുവേണ്ടി രക്ഷപ്പെടാനുള്ളൊരു മാർഗം മനസ്സിൽ സ്വയം ചിന്തിച്ച്. അപ്പോൾ നമുക്ക് ഗൈഡൻസ് അങ്ങനെയൊന്നും ആരുമില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ പൂജാമുറി പോയിട്ട് ഭഗവാന്റെ ചോദിച്ചാൽ ഭഗവാൻ നമുക്കൊരു ഉത്തരം തരും, നമ്മളങ്ങനെ ചെയ്യും. അത്രത്തോളമെങ്കിലും നമുക്കൊരു അടുപ്പം വന്നു വെച്ചാൽ അന്ന് അതുമില്ല, ഭക്തിയോ അത്രയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ ഈ സിനിമ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കുറേ സ്ട്രഗിളും പൊട്ടിക്കരച്ചിലുകളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതല്ലേ സിനിമ എന്നാണ് എൻ്റെ ഒരു ആശയം. അപ്പോൾ പറഞ്ഞാൽ ചെയ്താൽ പോരെ എന്ന് അത് നമുക്ക് പറ്റത്തില്ലേ? അങ്ങനെ തിരിച്ച് ഞാൻ സ്വയം വിശകലനം ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഈ ചുമടൊന്ന് സുരക്ഷിതമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നീ രാഷ്ട്രീയം, എൻ്റെ ചെറിയ അറിവിൽ രാഷ്ട്രീയം സിനിമയിൽ പെട്ടെന്ന് പ്രശസ്തിയും പണം കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതാണ്. എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്, ദൈവം തന്ന ഗിഫ്റ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ജന്മനാൽ ജാതി, മതം, വർഗം, വർണ്ണം, ഈ പറഞ്ഞ
യാതൊരു വിവേചനവും എൻ്റെ ജന്മത്തിൽ എന്നെ ഒട്ടിയിട്ടേ ഇല്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വരമായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇപ്പം ചുറ്റുപാടും കാണുമ്പോൾ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ഈ എന്തിൻ്റെ പേരിലും. കറുത്തവനെ വെളുത്തവൻ കൊല്ലുന്നു, മറ്റേ മതം എന്നൊക്കെ പറയത്തില്ല. ഇതൊന്നും എന്നെ പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഇലക്ഷൻ, രാഷ്ട്രീയം, കൊടി ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയം പറ്റില്ല, നമുക്ക് അറിയില്ല, താല്പര്യമില്ല. അപ്പോൾ പിന്നെ അഭിനയിക്കാൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഒരു സിനിമയിൽ സാറിനെ കാണാൻ വേണ്ടി മാത്രം ചെന്നൈ വരെ പോകണം. ഇന്നത്തെ പോലെയല്ല. ഇന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം പോയാൽ ഒരു ബൈക്ക് എടുത്ത് 100 രൂപയുടെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കവർ ചെയ്തിട്ട് വരാൻ പറ്റും. അന്ന് പൊള്ളാച്ചി പോയി രഞ്ജിത്ത് സാറിനെ കാണുക, സിബി സാറിനെ പോയി കാണുക. അപ്പോൾ വെള്ളിനക്ഷത്തിൽ നിന്ന് വരുന്ന അഡ്രസ്സ് മുട്ടിച്ചെടുത്തിട്ടാണ് പോകുന്നത്. വിളിച്ചു ചോദിക്കുക, അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കലൊന്നുമില്ല. ട്രെയിൻ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് 65-50 രൂപ ഉള്ളെങ്കിൽ പോലും ലോക്കൽ എടുത്തിട്ട് ഒരു കാല് അവിടെയും ഒരു കാല് ബാത്റൂമിലും ഒരു കാല് വിവരം വെച്ചിട്ട് ഉളച്ചൊക്കെയാണ് പോകുന്നത്. പോയിട്ട് നമ്മൾ പിന്നെ കുളിച്ച് ഫ്രഷ് ആകാനൊന്നും പറ്റില്ല, നമുക്കറിയില്ലല്ലോ. പൈപ്പിൽ നിന്ന് തുടച്ച് ലോക്കൽ ബാത്റൂമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ. അപ്പം നമ്മൾ അതേപോലെ തന്നെയാണ് പോകുന്നത്. തലേന്ന് കയറിയിട്ട് പിറ്റേന്ന് ഇങ്ങനെ പൈപ്പിൽ നിന്ന് തുടച്ചിട്ട് വെയിലത്ത് ഇങ്ങനെ അലഞ്ഞാണ് അഡ്രസ്സ് തപ്പി പിടിച്ച് പോയി ഡോറ് തട്ടിയപ്പോഴത്തേക്ക് എന്തോ എൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പം എൻ്റെ വിചാരം എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് പോകല്ലേ, എൻ്റെ വിചാരം ആലപ്പുഴക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സംസ്കാരം വെച്ചാൽ തീരെ പട്ടിണിയുള്ള സമയത്തും ഒരു ഭിക്ഷക്കാർ വന്നാൽ പോലും അമ്മ ഒന്നുമില്ലെന്ന് പറയാതെ പെട്ടെന്നൊരു ഉപ്പുമാവെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പം നമ്മൾ ആര് വന്നാലും ഇല്ല എന്ന് പറയില്ലല്ലോ. ആ ധർമ്മം ചോദിച്ച് ഭിക്ഷയാചിച്ച് അന്നൊക്കെ ഒരുപാട് പേര് വരും. അവർക്ക് തന്നെ നമ്മൾ ഒരു മര്യാദ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച ആലപ്പുഴക്കാരനാന്ന് പറയുമ്പോഴത്തേക്ക് വാ ഇരിക്കെന്നും പറഞ്ഞ് ഇത് നമ്മൾ ഇതുപോലെ ചായയൊക്കെ തരുമെന്നും പറഞ്ഞാൽ പുള്ളി വന്ന് ഡോറ് പറഞ്ഞിട്ട് ആരാ ഇത്ര തുറന്നുള്ളൂ, അവിടെ ഒന്നും ഡോർ അധികം തുറക്കത്തില്ലെന്ന് തോന്നുന്നു, കൂട്ടിയിടുമല്ലോ, നമുക്കറിയില്ലല്ലോ ആരാ. ഞാൻ സാറേ അപ്പം എനിക്കൊന്നും യാത്ര ചെയ്ത് ശീലമില്ല, ആരോടും അധികം സംസാരിച്ച ശീലമില്ല, വീട്ടിൽ നിന്ന് അമ്മയുടെ സാരി തുമ്പിൽ നിന്ന് പുറത്ത് അങ്ങനെ പോയിട്ടില്ല. ഞാൻ സാറേ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരിക, സാറിൻ്റെ പടത്തിലൊരു ഒന്നും ആയിട്ടില്ല ആകുമ്പോൾ വിളിച്ചാൽ കേട്ടോ. ഞാനിങ്ങനെ കുറേ നേരം ഞെട്ടിയത്, ഇതിനോട് ഇത്ര കഷ്ടപ്പെട്ട് അവിടം വരെ വന്ന് 1, 2 ഒന്നും പോയിട്ടില്ല, നാലായിക്കണം. നാരങ്ങ വെള്ളം പോലും കുടിച്ചില്ല, കൈ കാശുമില്ല. അത് തിരിച്ചടുത്ത വണ്ടിയിൽ കള്ളക്കണ്ടി കയറിയാണ് വന്നത്. എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല, നാട്ടിലെത്തി ഒരാളെ കണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആ കാലത്ത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ കാലത്തുള്ള ഫിലിമാണ് അന്ന് സിനിമയിൽ, ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഉള്ള ലീഡ് ചെയ്യുന്ന ഇപ്പോൾ ജോഷ് സാറോ കമൽ സാറോ ഫാസ് സാറോ അതുപോലെ പ്രധാനപ്പെട്ട കത്തി നിൽക്കുന്ന 150-250 ദിവസമൊക്കെ ഓടുന്ന ഹിറ്റ് സംവിധായകരുടെയൊക്കെ പഠിക്കൽ അതെന്തോ ഒരു സെലക്ട് ചെയ്ത പോലെ പോയി 90% മീൻസ് ഒരു 10 പേരെ കണ്ട 8 പേരെങ്കിലും നമുക്ക് അവസരമില്ലെങ്കിലും വന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു മുഖമോ ബിഹേവിങ്ങോ ഒരു എന്തോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു അറ്റേറിന് ചേരില്ല എന്ന് ആദ്യമേ തന്നെ പറയാൻ കാരണം ചേട്ടൻ സിനിമയിൽ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം അത് ക്ലീശയാണ്, അത് പറയേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് പോലും ട്രെൻഡിങ് ആയിട്ട് അനുകരിക്കാവുന്ന പോലെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ഒരാൾക്ക് പിന്നീട് ചേട്ടൻ്റെ കഥ കേൾക്കുമ്പോഴാണ് ഈശ്വര ഈ മനുഷ്യൻ ഇത്രയും അനുഭവിച്ചിട്ടാണോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത്രയും. കാരണം 20ാമത്തെ വയസ്സിൽ ഒരു പെങ്ങള് മരിക്കുന്നു, ഒരു സ്വന്തം ചേട്ടൻ മരിക്കുന്നു, ഒരു പെങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് ആ കുടുംബം ഏറ്റെടുക്കുന്നു. ഇത്രയും പേര് 6 മക്കളിൽ ഇളയ ആളായ ചേട്ടൻ എടുത്തു വെച്ചിട്ടാണ് ആ ഫ്രീക്കൽ ലുക്കിൽ സിനിമയിലേക്ക് വന്നതെന്നുള്ള കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ആക്ച്വലി ഇത്രയും അനുഭവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അത്രയും ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ചെന്ന് ചോദിച്ചു അവസരം തരാമോ എന്ന്. പക്ഷെ അതിൽ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ഒരു ബിഹേവിയറിൽ അല്ലെങ്കിൽ കാണാവുന്ന ഒരു അറ്റേറോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കിട്ടിയത്. അതിനകത്ത് വേറൊരു കാര്യം വെച്ചാലേ സാറേ എനിക്ക് നമ്മുടെ കഷ്ടങ്ങളൊന്നും പറയാം, ഇത് എനിക്കൊരു ആത്മവിശ്വാസം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോഴും. മീൻസ് നമ്മളെ സ്വയം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റം വേണം എല്ലാവർക്കും, എനിക്കതുണ്ട്. എൻ്റെ നെഗറ്റീവ് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ പോലും ആരും കണ്ടുപിടിക്കാത്ത പോസിറ്റീവ് ക്വാളിറ്റികൾ ഞാൻ മാത്രം ആർക്കും ഇല്ലാത്തതാണെന്ന് പ്രിഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബഹുമാനം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും ഒരു നടക്ക് സുനാമിയോ ആത്മഹത്യയോ മറ്റുള്ള കൊലയോ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. മുടി കൊഴിഞ്ഞെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അവനവനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഭയങ്കര പ്രകാശപൂരിതമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് എല്ലാവരും എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മുഹൂർത്തത്തിൽ ഇത് പറയുന്നത്. അത് വലിയ സംഭവമാണ്, എല്ലാവർക്കും ചകഞ്ഞു കഴിഞ്ഞ് ഓരോ വാതിൽ നോക്കിയാൽ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ ഭീകരമാണ്. നമ്മളെക്കാളും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും ചേട്ടാ,
ഫൈറ്റ് ചെയ്ത് വന്നവരുമുണ്ട്. ഞാനൊന്നും വലുതായിട്ട് അങ്ങനെ കാണുന്നില്ല. വലിയ ദുരിതം അനുഭവിച്ചു എൻ്റെ സിനിമ ഒരു കഥാ സിനിമയുടെ ഒന്നുമല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പിന്നാമ്പുറത്ത് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ കാണും. പക്ഷെ അതിനെ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ ആരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഭഗവാനെ ആശ്രയിച്ചു, അതുകൊണ്ട് എനിക്ക് ആ സുരക്ഷിത കിട്ടി എന്നുള്ളത് ഞാനിപ്പോൾ അറിയുന്നു, കുറേ കാലമായിട്ട് അറിയുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ കിട്ടിയില്ല, തന്നില്ല, ചിലപ്പോൾ ചോദിക്കും ഒതുക്കിയതാണോ, രാഷ്ട്രീയമാണോ, അങ്ങനെയാണെങ്കിൽ അത് കൊമേഴ്ഷ്യലി ബാഹ്യമായിട്ട് എല്ലാ ഫീൽഡിലും ഉള്ളതാണത് അല്ലേ. ഇപ്പുറത്തെ ഒരു മുറുക്കാങ്കട ഇട്ട് ഇപ്പുറത്തെ ഒരു മുറുക്കാങ്കട വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ കയറി ഇവന് അസൂയാണ്, ഉടനെ അങ്ങോട്ട് ബോർഡ് എടുത്ത് അങ്ങോട്ട് വെച്ച്. അല്ല, അതും അത് ചേട്ടന് ഈ പറയുന്ന സിനിമയ്ക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിഗർ ഉണ്ടായിരുന്നു, ലുക്ക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി സിനിമയിൽ പിന്നീട് അങ്ങോട്ട്? ഞാൻ പറഞ്ഞതേ, ഇതിനെക്കാളും ലുക്കുള്ളവരും സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നായകനായിട്ട് അഭിനയിച്ചവരും 500-ലധികം പടങ്ങൾ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ചവരുടെ മക്കളും ഒക്കെ നമ്മുടെ കണ്ണുമുമ്പിൽ വന്നു പോയതാണ്. കുറേ പേര് ചത്തുപോയി, മീൻസ് അങ്ങനെ പറയാൻ പറയാം, കുറേ പേര് മരണപ്പെട്ടു പോയി. ഇനി ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി പുലി എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണെന്ന് അറിയില്ല. കുറേ പേര് മരണപ്പെട്ടു പോയി. എൻ്റെ അനുഭവത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ചവരും കയറി വന്നവർ മരണപ്പെട്ടു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഉദയകിരൺ എന്ന് പറഞ്ഞ തെലുങ്കിലൊരു യങ് ഗ്ലാമർ ഹീറോ ഉണ്ടായിരുന്നു. ഒരു കാവേരിയുമായിട്ടങ്ങാണ്ട ഒരു പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ആ പേരും പാട്ടുമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഉദയകിരൺ തമിഴിലൊക്കെ വന്നു, നല്ല ഞണക്കുഴിയുള്ള 10, 25, 26 വയസ്സൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹിറ്റ് പടങ്ങൾ ഒരു 3-4 വന്നു കഴിഞ്ഞിട്ട് ചിരഞ്ജീവിയുടെ മോളുമായിട്ട് വരെ എൻഗേജ്മെൻറ്റ് നടന്നു. പിന്നെ അത് ക്യാൻസലായി, 2 പടം പൊട്ടിയപ്പോൾ ക്യാൻസലായി എന്നൊക്കെ പറയുന്ന ഇതുണ്ട്, നമുക്കറിയില്ല അത്. പക്ഷെ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഹീറോ മെഗാ അല്ലെങ്കിൽ തെലുങ്കാനയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ചിരഞ്ജീവിയുടെ മരുമോനാകാൻ പോകുന്ന ഒരാൾ, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പടത്തിൻ്റെ നായകൻ, സുന്ദരൻ സുമുഖൻ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? 4 പടം പൊട്ടിയതുകൊണ്ടോ? അപ്പോൾ എന്തോ അത്ര വീക്കായിരുന്നു ആ മനസ്സെന്നുള്ളതാണ്. കുനാൽ എന്ന് പറഞ്ഞൊരു നടൻ, ഗ്ലാമറുള്ള റോജ പാട്ടിലെ കുനാൽ ആത്മഹത്യ ചെയ്തില്ലേ? എത്രയോ സീരിയലിൽ നല്ല ചുമന്ന് ആപ്പിൾ പോലെ ഇരിക്കുന്ന പിള്ളേർ ആത്മഹത്യ ചെയ്തൊക്കെ ഉണ്ട് ഇതിനകത്ത്, ചെറുപ്പക്കാർ, ആമ്പിള്ളേർ. അപ്പം നമ്മളിവിടെ കല്ലുപോലെ ഇരിക്കുന്നില്ലേ? നമ്മളെ തളർത്താനോ ആത്മഹത്യ ചെയ്യിക്കാനും കയറ് കണ്ട കൊതിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നിട്ടുണ്ട്, കടലിൽ ചാടാൻ പോയിട്ട് സൈക്കിൾ ഇട്ടിട്ട് കള്ളവണ്ടി കയറി പോയിട്ടുണ്ട്, ഇതൊക്കെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് സ്ട്രഗിളും പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലും ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ വിളിക്കാതിരുന്നപ്പോൾ പോലും ദൈവം നമ്മളെ അവിടെയൊക്കെ കരകയറ്റി. ഇപ്പോൾ വിളിക്കുന്നതുകൊണ്ട് കൈവെള്ളയിലിരുത്തി മടിയിലിരുത്തി നമ്മളെ പൊന്നുപോലെ നോക്കുന്നതാണ്. ഞാൻ ചേച്ചീനെ കുറേ നേരം പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം, ഞാൻ ചേച്ചിയിലോട്ട് വരട്ടെ. ചേച്ചി, ചേട്ടൻ്റെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായി. ചേട്ടനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ആയിരുന്നല്ലോ മൊത്തത്തിൽ എല്ലാവരുടെയും. കല്യാണാലോചന വന്നപ്പോൾ നിങ്ങൾ യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബമാണ് അല്ലേ? ബ്രാഹ്മണ എന്തോ വിശ്വകർമ്മയാണ്. ഓക്കെ. അപ്പം ഇവിടെയും അഗ്രഹാരം ബ്രാഹ്മണൻ ഒരു ഇതിൽ പറയുന്നുണ്ടെങ്കിലും ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ്. ഓക്കെ. അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം, ആ സത്യത്തെ അറിയുന്നവനാരോ ബ്രാഹ്മണൻ, അതാണ് അതിന്റെ പൊരുള്. പിന്നെ അത് കാലക്രമേണ അതൊരു ജാതിയാണെന്നും ഞങ്ങളും പൂണൂലൊക്കെ ഉള്ളതാണ്. പൂണൂലിന് അങ്ങനെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് വലിയ മഹത്വം അങ്ങനെയൊന്നും കൽപ്പിക്കണ്ട. ഒരു ചട്ടക്കൂട് അല്ല, നമ്മള് പൂണൂലിട്ടാ നമ്പൂതിരി തിരുമേനി അത്രേ ഉള്ളൂ, അതേ അറിയുള്ളൂ. എല്ലാവർക്കും ആകാവുന്നതാണ്. അത് ഓരോ സമയത്ത് വരുന്ന മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെയാണ് അത്. ഓക്കെ. അപ്പൊ ചോദിച്ചോളൂ. ചേച്ചി, അന്ന് കല്യാണാലോചന വന്നപ്പോഴേ വീട്ടില് സമ്മതിച്ചോ പെട്ടെന്ന് ഇങ്ങനെ? അല്ല, പത്രത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 7-ൽ ചൊവ്വ 8-ൽ ചൊവ്വ അങ്ങനെ കണ്ടല്ലായിരുന്നു? 8-ൽ ചൊവ്വ 7-ൽ ചൊവ്വ എങ്ങാണ്ടായിരുന്നു, ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോക്കി വിളിച്ച് സംസാരിച്ച്. ചേച്ചി സിനിമ കണ്ടു? സീരിയല് കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഇരിക്കുന്നോണ്ട് ചേച്ചി കണ്ടിട്ടുണ്ട്. സിനിമയും സീരിയലും കണ്ടിട്ടുണ്ട്. അപ്പൊ കല്യാണം ആലോചിച്ച് ചേച്ചി നാരായണ മുഴുവൻ കേട്ടോ. ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോ അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിച്ചപ്പോ സീരിയൽ നടന്ന സിനിമാ നടനെ കെട്ടാനൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ ആലോചന വന്നപ്പോ ഒരു ഭയം ഉണ്ടായിരുന്നു, വേണ്ട ഈ ചെക്കൻ വേണ്ട. അല്ല, ഞങ്ങളിങ്ങനെ സീരിയല് കണ്ടു പരിചയം. അന്ന് കാണാക്കിന സീരിയൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കാണാതിരിക്കും. അപ്പൊ വില്ലനല്ലേ, അപ്പൊ അവിടെ ഇരുന്ന് ചീത്ത വിളിക്കും കാണുമ്പോഴത്തേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോഴത്തേക്ക് എന്തായാലും നേരിട്ട് കാണാലോ എന്നോർത്ത് ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് അപ്പൊ അടുത്ത ആഴ്ച വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കാണാനും ഒത്തിരി പേരുണ്ടായിരുന്നു. കാണാൻ വന്നപ്പോ അങ്ങനെ ഒന്ന് കണ്ടു. അല്ല, ശരിക്കും പെണ്ണ് കാണല്ലായിരുന്നു, അയലക്കങ്കാരെല്ലാം കൂടെ കാണാക്കിനാരോ വില്ലനെ കാണാൻ വന്നതാണല്ലേ. എന്നിട്ട് വില്ലനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോ എല്ലാം ഇഷ്ടമായി. സംസാരമൊക്കെ കേട്ടപ്പോ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരാള്, കാരണം സിനിമാക്കാരെ കുറിച്ച് ഓൾറെഡി നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ
ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഒരു സിനിമാക്കാരൻ്റെ ഭാര്യ ആവുക എന്നുള്ളത്. ഭാര്യ പലപ്പോഴും മറ്റേ ഏതൊരു പടത്തിനകത്ത് പറയുന്നില്ല, ഞാൻ അതിർത്തിയിൽ യുദ്ധത്തിന് പോയാൽ പിന്നെ തിരിച്ചു വരില്ല എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വൈബ് ഉണ്ടായിരുന്നു. ആ വൈബ് ഉണ്ടായ പിന്നെ സെറ്റാക്കി. സത്യമാണോ ചേട്ടാ? ചോദിച്ചോളൂ. അതായത് ചോദിച്ചു, സത്യമാണോ ചേട്ടാ? എന്താ അറിയോ, അന്നത്തെ കാലത്ത് സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സീരിയലിന്റെ ഒരു മെയിൽ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരു പീക്ക് ടൈമാണ്. അന്നത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്ന നായികയും പീഡിപ്പിക്കപ്പെടുന്ന നായികയും പീഡിപ്പിക്കുന്ന വില്ലനുമാണ്. വില്ലുകളില്ല അന്ന്. അപ്പൊ നമ്മള് നായികയ്ക്ക് ഈക്വലായിട്ട് വരുന്നത് വില്ലനാണ്. അപ്പോൾ ആ വില്ലൻ ക്യാരക്ടറാണ് ഞാൻ അന്ന് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നായകനൊക്കെ ഇങ്ങനെ മരുന്നിനും പാട്ടിനും വരുന്ന പോലെയാണ് അന്നത്തെ കാലത്ത്. ഇന്ന് ഓൾമോസ്റ്റ് ഈ മെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ നിന്ന് മൂളുക, കുനിഞ്ഞു പോവുക, പെണ്ണുങ്ങൾ ഭരിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ അല്ലേ ഒരു സീരിയലൊക്കെ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു കാണാക്കിനാവിന്റെ ആ ഹിറ്റ് സമയത്ത് ഞാനും മറ്റേ ഫാസാറിന്റെ ചേട്ടന്റെ മോൻ ഷിജു, അദ്ദേഹമായിരുന്നു വില്ലൻ. അവന്റെ കൂടെ നടന്ന് അവനെ ഇണക്കി അവന്റെ മേളിൽ കയറുന്ന ഒരു വില്ലൻ പോലെ കോമഡി ടച്ച് ചെയ്തുള്ള ഒരു വേഷമായിരുന്നു. ആ സമയത്ത് മീഡിയാസിന്റെ ഇത്രയും യൂട്യൂബ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ആ തിരുവനന്തപുരം സിറ്റി കൂടെ ആനപ്പുറത്ത് കൊട്ടും മേളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരുത്തി പോയ വലം വെച്ച ഒരു ഓർമ്മയൊക്കെ ഉണ്ട് എനിക്ക്. അത്രയ്ക്ക് ഒരു ഇതായിരുന്നു ആ ഹിറ്റ്. എൻ്റെ ഒരു ഓളം അലേടി ആ സമയത്തൊക്കെ സീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണ് കാണാൻ പോകുമ്പോഴത്തേക്ക് ഒരു കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അനുവിന് അത്രത്തോളം സിനിമയെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അറിയോ അങ്ങനൊന്നും അറിയില്ല. ഇവര് കുറച്ചാള് ബീഹാറിലൊക്കെ ആയിരുന്നു, മധ്യപ്രദേശിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി വണ്ണം അന്നും ഉണ്ട്, ഇച്ചിരി തടിച്ച പ്രകൃതമാണ്. ഞാൻ ജിമ്മൊക്കെ ആയിട്ട് മുടി ഇങ്ങനെ അയച്ചൊക്കെ ആയിട്ട് നടക്കുന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആർക്കും അറിയില്ലല്ലോ. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കാറിൽ ചെന്നിറങ്ങി അവിടെ ചെന്ന് കണ്ട ആരും പറയില്ലല്ലോ, കുടുംബത്തിൽ തിന്നാനും കുടിക്കാനുള്ള ഫ്രീക്കൻ അല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് പിന്നെ ഡിമാൻഡൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ സീരിയൽ നടനാകുമ്പോൾ ഡിമാൻഡൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിമാൻഡ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ എന്താണ് ചെയ്തു വരുന്നത് അത് ചെയ്യുക. കാരണം നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അന്ന്. മീൻസ് തമ്പുരാൻ ദൈവമുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ നാഥൻ ഞാനാണല്ലോ. നമ്മുടെ കൂടെ അമ്മയോ പെങ്ങളൊക്കെ വന്നാൽ അവർ ഞാൻ പറയുന്നത് കേൾക്കാനോ ഇരിക്കാനോ പറ്റുള്ളൂ, ആരും സംസാരിക്കാനായിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ ഉള്ളത് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിമാൻഡ് ചോദിച്ചപ്പോൾ ഇവരുടെ അമ്മ വലിയമ്മയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിമാൻഡ് ഒന്നുമില്ല, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂ അതൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകേണ്ടി വരുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് തടി കുറച്ച് തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മറ്റേ ജിമ്മിനൊക്കെ പോവായിരുന്നു എന്നെ കാണിക്കാൻ വേണ്ടി. പക്ഷെ കുറഞ്ഞൊന്നുമില്ല, അത് പറയുന്നില്ല. അല്ല, അത് അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഇവരുടെ പരമ്പരയായിട്ട്. എനിക്ക് വണ്ണം ഇഷ്ടവുമാണ്. ഞാൻ വണ്ണം വെക്കാൻ വേണ്ടി എന്തൊക്കെ തിന്നാവോ തിന്നും, വണ്ണം വെക്കത്തില്ല. ഇവര് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കും. എന്നിട്ട് പറയുന്നത് മനസ്സിന്റെ എന്തൊക്കെയാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ മനസ്സിന്റെ ശുദ്ധ മനസ്സൊക്കെ പച്ചവെള്ളം കഴിച്ചാലും നമുക്ക് അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നാട്ടുകാരോട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പോട്ടെ, ഞാൻ അതൊരു രസത്തിന് ചോദിച്ചു. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു, അതിൽ നല്ല രസമാണ്. കാരണം ഒരു കല്യാണം വരുമ്പോഴേ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിരുന്നോ ചെറുക്കൻ്റെ? വീട്ടിൽ വന്നേ ഉള്ളല്ലേ, ഞാൻ പോയി കണ്ടു, ഞാൻ നേരിട്ട് സംസാരിച്ചു കാര്യം. പിന്നെ വേറൊരു ഈ അന്വേഷണം എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയയിൽ, അതായത് സിനിമ സീരിയലിൽ വരുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ വിട്ട് നമുക്കൊരു കള്ളത്തരം കാണിക്കാനോ ചെയ്യാനോ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു എവിടെ ചെന്നാലും, ഇപ്പം പഞ്ചായത്തിൽ ചെന്നാലും മുനിസിപ്പാലിറ്റി ചെന്നാലും ഒരു മന്ത്രിയെ കാണാൻ പോയാലും ഒക്കെ നമുക്ക് അവിടെ ഒരു സ്വീകാര്യതയുണ്ട്. അത് വലുതാണോ ചെറുതാണോ എന്നല്ലല്ലോ, ഏറ്റവും ഇങ്ങേറ്റത്തേക്ക് എനിക്ക് അത് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ നമ്മുടെ ആ സീരിയൽ കണ്ടിട്ടുള്ള ഒരു ഇവരുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതിന്റെ പുറത്ത് അവരുടെ ഒരു കണക്കൂട്ടൽ കാണും. നമ്മൾ ഭയങ്കര വില്ലനനുസരിച്ചുള്ള ഡിമാൻഡുകളോ അങ്ങനെയാണോ ഇങ്ങനെയാണോ കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചെങ്കിലും കണ്ടിട്ട് വിട്ടേക്കാന്ന് വിചാരിച്ചത്. അപ്പൊ സ്ത്രീധനൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന പൊട്ടന്മാർ ഈ ലോകത്തുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോ അത് സമ്മതിച്ചാണ്. വേറെ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നിട്ടേ ഇല്ല. അതല്ല, സംസാരിച്ചപ്പം പെങ്ങളുണ്ട് മക്കളുണ്ട്, അപ്പൊ അവരെ നോക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ആള് നമുക്കൊരു ഇത് വരുമല്ലോ. പെങ്ങളെയും അമ്മയും നോക്കുന്ന ഒരാള് തീർച്ചയായും അത് അതിന്റെ ബേസ് അല്ലേ, അത് ബേസാണ്. പിന്നീട് ചേട്ടാ ഈ സിനിമയൊക്കെ വിട്ടിട്ടാണോ ഈ ആത്മീയതയിലേക്ക് വന്നത്? ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ കണ്ടിരുന്നു കുഞ്ഞുണ്ടായത്. ഞാൻ അതാണ് കല്യാണത്തിന്റെ കാര്യം ചേച്ചിയെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം. അമ്മ മരിച്ചത് ചേട്ടന് വല്ലാണ്ട് അഫക്റ്റ് ചെയ്തു എന്ന്. അത് എന്താ സംഭവിച്ചാലേ, നമ്മൾ ഈ സിനിമയിലും കഥയിലും കാണുന്ന പോലെ മടി കയറി കെട്ടിപ്പിടിക്കും ഓടിക്കും അങ്ങനൊന്നുമില്ല. നമ്മുടെ ഒരു വളർത്ത രീതിയിൽ അഗ്രഹത്തിലാണ്. പിന്നെ കുറേ ഓർത്തഡോക്സ് എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ഈ സ്ത്രീകൾ ഇപ്പോഴാണ് ആരെങ്കിലും വന്നാൽ കയറി ഇവിടെ ഇരുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വരുന്നത്.
മറ്റത് അപ്പൻ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ കഥയിൻ്റെ മറവിലാണ്, അമ്മയുടെ സാരിയുടെ പുറകിലാണ് ഞങ്ങൾ മക്കൾ. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വെളിയിലേ ഇരുത്തുള്ളൂ, അല്ലെങ്കിൽ ആണുങ്ങളെ സംസാരിക്കുകയുള്ളൂ. ഇപ്പോഴും അത് ഉത്തരവാദിത്വം കൂടുതൽ അപ്പം ആണുങ്ങൾക്ക്. അതായത് നമ്മൾ ഏറ്റവും കരിവേപ്പില മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനവും ഇങ്ങനെ തള്ളക്കിളി കുഞ്ഞുകിളിക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഞാനാണ്, എല്ലാം വാങ്ങിച്ചു. ഞാനാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവരുടെ എല്ലാ പൾസും ടേസ്റ്റും അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ തരുന്ന ഉപയോഗിച്ചാൽ മതി എൻ്റെ ഇത്രയുള്ളൂ എന്നുള്ളതല്ല. ഇവർക്ക് എന്താണ് ഇണങ്ങുന്നുള്ളത് എനിക്കറിയാം, ഡ്രസ്സ് വരെ എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ മാത്രം കൊച്ചിയിൽ ഞാൻ പറഞ്ഞില്ലേ മടിയിൽ സിനിമ കാണുന്ന കാലം തൊട്ട് ഞാൻ പിള്ളേരുമായിട്ട് കളിക്കത്തില്ല, ആരുമായിട്ട് എങ്ങും പോകത്തില്ല, അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. അടുത്തുള്ള മാമിമാരൊക്കെ വഴക്ക് പറയും, എപ്പോഴും അമ്മയുടെ സാരി തുമ്പി പിടിച്ച് നടക്കുന്നതാണോ എന്ന് വെച്ചാൽ അമ്മയുടെ സാരി തുമ്പി കാണും. പിന്നെ ചിരിക്കുന്ന ഒരു സ്വഭാവമില്ല, കാരണം എപ്പോഴും അരവയറ് വിശപ്പാണ്. ആരെങ്കിലും തന്നാലും വാങ്ങിക്കത്തില്ല, നമ്മുടെ അഭിമാനം സമ്മതിക്കുന്നത്. നമ്മൾ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒന്നുമില്ലാതായിപ്പോയ ഒരു അപ്പൻ്റെ മക്കളല്ലേ. പക്ഷേ ഇമേജ് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നിരത്തി എല്ലാവരും ഉപ്പുമാവ് ഊണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഗവൺമെൻറ് സ്കൂളിൽ. നമ്മൾ അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളിരിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല. നമ്മളില്ലാത്തതാണെന്ന് അറിയരുത്. നമ്മൾ വിശന്നിരുന്ന് നോക്കിയിരുന്നിട്ട് വന്നാലും പബ്ലിക്കായിട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്കെപ്പോഴും സങ്കടവും വിശപ്പും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കലഹവും വഴക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദുർമരണങ്ങളൊക്കെ വരുന്നത്, ഈ അപ്പൻ്റെ മരണവും മറ്റുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കുഞ്ഞിലേ നമ്മളെ ബാധിക്കുമ്പോൾ ഒരു നല്ല പ്രായം വരെ എൻ്റെ മുഖത്ത് ഒരു വിഷാദ ഇതാന്ന് എല്ലാവരും പറയും, ഒരു കരഞ്ഞ മുഖമാണ്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് അതിനെയെല്ലാം താണ്ടി സ്വന്തമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴുള്ള വൈരാഗ്യമാണ് മുഖത്ത് ഒരു വില്ലനിസം തോന്നിച്ചത്. എന്തോ നമുക്കൊരു വൈരാഗ്യം വരുമല്ലോ, അതിനൊന്നും കെയർ ചെയ്യേണ്ട കാര്യം. നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇത് കയ്യിലൊന്നും ഇല്ല, സപ്പോർട്ടിന് ആരുമില്ല. എനിക്കാണ് കൂട്ടുകാരും ഇല്ല ആ കാലത്ത്. ഞാൻ ആരുമായിട്ടും കളിക്കാനും കൂട്ടുകാരൊന്നും പോകില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ചാൻസിൽ ജയിക്കും, ആവറേജ് അത്രയേ ഉള്ളൂ. കാരണം പഠിത്തവും ആവറേജാണ്, നമുക്കൊന്നും തലയിൽ കയറത്തില്ല. പക്ഷെ എന്നാലും ഫസ്റ്റിൽ ജയിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് അന്നത്തെ എടുക്കാൻ പോയപ്പോൾ അതും ഫസ്റ്റ് 8 കൊല്ലമൊക്കെ വെച്ചാൽ അന്നേരം എടുത്തു, പക്ഷെ പിന്നെ വണ്ടി ഓടിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. എല്ലാം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു രണ്ടാമത് സ്ട്രഗിൾ ചെയ്യുന്നൊരു അവസ്ഥയില്ല. പക്ഷേ നമ്മളിപ്പോൾ ദൈവാദിനത്തിന് പടം അഭിനയിക്കുമ്പോഴും ഒരു 90% പടങ്ങൾ നമ്മൾ അഭിനയിച്ചതെല്ലാം അന്ന് 100, 150, 250 ദിവസമൊക്കെ ഓടിയ പടങ്ങളുടെ പാർട്ടാണ് നമ്മൾ. അയ്യോ ഇവൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇവനെ അടുപ്പിക്കരുതെന്ന് പറയുന്ന രീതിയിൽ ഒരു സ്വഭാവം, ഒരു ടൈമിംഗ് നോക്കാതെയോ. നമ്മൾ പ്രേം നസീർ സാറിൻ്റെയൊക്കെ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഞാനേലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഫോളോ ചെയ്യുന്നുള്ള. 5-6 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞാൽ 5:30 ഞാൻ റെഡിയാണ്. എൻ്റെ കൂടെ ഉള്ളവർ ചെറുപ്പക്കാർ 7 മണിക്കേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 6 മണി തൊട്ട് ഡ്രൈവറും കൺട്രോളറും ഞാനും കൂടെ 7 മണി വരെ വണ്ടി ഇരുന്നിട്ടുണ്ട്. കാരണം അവർ 7 മണിക്കേ വരത്തുള്ളൂ, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സീരിയൽ കേട്ടോ. അപ്പം ഞാൻ അതൊന്നും നോക്കത്തില്ല. അപ്പം നമ്മളതൊക്കെ സിസ്റ്റമൊക്കെ കറക്റ്റായിരുന്നു. വെള്ളമടിച്ച് പെണ്ണ് പിടിച്ച് അല്ലെങ്കിൽ അവനെ ഒന്നും പറയിപ്പിക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടല്ല, നമ്മുടെ ഒരു പരിധി വരെ അങ്ങനെയാണ്. പിന്നെ അതൊക്കെ അതിനകത്തൊക്കെ ഫോക്കസ് ചെയ്തു. പക്ഷെ അതൊന്നും അല്ലാതെ കുറേ ഗിമ്മിക്സ് ഇൻഡസ്ട്രിയിൽ അല്ല എവിടെയാണേലും ഉണ്ട്. നമുക്കൊരാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന് അഭിനയിച്ചിട്ട് പോയാൽ പോരാ, ആ കഥാകൃത്തിനെ അറിയണം, അദ്ദേഹത്തെ വിളിക്കണം, പോയി കാണണം, അവരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിൽക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ അവിടെയൊക്കെ നമുക്കൊരു അറിവില്ലായ്മയും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇതൊക്കെ വിധിയെ ബാധിക്കുന്ന കാര്യമല്ല. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്നിട്ട് എന്താ വരാന്ന് ചോദിച്ചാൽ ലുക്കുള്ളവരും കഴിവുള്ളവരും ഹിറ്റ് നായകന്മാർ വരെ ആത്മഹത്യ ചെയ്തു, ചിലർ വീട്ടിലിരിക്കുന്നു, ചിലർ മുടിഞ്ഞു പോയി. ഇതൊക്കെ നമ്മുടെ കണ്ണുമുമ്പിൽ ഇപ്പം തന്നെ ഉണ്ട് കൂടെ. നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ തന്നെ 1000-നടുത്ത ആർട്ടിസ്റ്റുകൾ വരും. അതിൽ റിയലൈസ്, അതായത് സത്യം, അതിൻ്റെ ജീവിതത്തിൻ്റെ പൊരുൾ സത്യം നമുക്ക് അറിയണം എന്നുണ്ടല്ലോ. ഇപ്പോൾ നല്ല തുടുത്ത കവളും ശരീര ഷെയ്പ്പൊക്കെ ഉള്ള സാധന എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. അവരന്നത്തെ ഈ അവിടുത്തെ ഹെലൻ, ഇവിടുത്തെ തെക്കേ ഇന്ത്യ അല്ലേ, തെക്കേ ഇന്ത്യയിലെ ഹെലനായിരുന്നു. തമിഴിലും മലയാളത്തിലൊക്കെ പ്രേം നസീർ സാറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ശിവാജിയുടെ കൂടെയൊക്കെ വില്ലിയായിട്ടും ക്യാമറ ഡാൻസൊക്കെ ആയിട്ട് ആ ബെല്ലി ഡാൻസ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ഇവരിങ്ങനെ പറിച്ച് ചെയ്യുന്നൊരു നല്ല നടിയാണ്, ഭയങ്കര ഗ്ലാമറാണ്. അവരെ ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് അമ്മയുടെ മീറ്റിങ്ങിന് വന്നു. അവർ വിറപ്പിച്ച വിറയലെല്ലാം പോയിട്ട് ഒരു സൈഡ് ഒടിഞ്ഞ് ചുളുങ്ങി. നമ്മൾ ഈ പിച്ചക്കാർ അത്രയും കുറഞ്ഞ ഒരു സാരി ഇടുമെന്ന് അറിയത്തില്ല, ഒന്നുമില്ല, ഒരു ബ്ലൗസ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കിടന്നിട്ട് ഒരു കിളവൻ, ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ പെൻഷൻ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അവരെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താണ് ആകണം ആയില്ല എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താഴെ മേൽ വരും, മേൽ വരും, താഴെ വരും. നമ്മളെപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കാൻ എന്താണ് വേണ്ടത്, ആരെയാണ് പിടിക്കേണ്ടത്,
അത് നമുക്ക് ഒരു വെളിച്ചം മിന്നാമിന്നിങ്ങിൻ്റെ തന്നു, നമ്മൾ കയറി പിടിച്ചു, നമ്മളെ സുരക്ഷിതമായിട്ട് മടിയിലിരുത്തി പൊന്നുപോലെ മുല്ലക്കിഴങ്ങ് നോക്കുന്നു എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. നമ്മളെ കൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയ ചെയ്യുക. അത് പരാതികൾ പരിഭവങ്ങൾ ഒന്നുമില്ല. പാരകൾ ഇഷ്ടംമാതിരി ദ്രോഹം ചെയ്തവരൊക്കെ ഉണ്ട്, അവരൊക്കെ അനുഭവിക്കുന്നത് പോലും നമ്മൾ കണ്ണി കാണും എന്നുള്ളതാണ്. അതാണ് അവിടെയൊക്കെ ഞാൻ ദൈവത്തോട് ഒരാൾ നശിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോ കമൻ്റ് ഇടുന്നവരോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദുഷ്ടര് നശിക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കണം എന്ന് പറയുന്നത്, ദുഷ്ടരൊഴിച്ചുള്ള ശിഷ്ടര് സുഖമായിട്ടിരിക്കണം എന്ന്. അതായത് നന്മയുള്ളവരും ഭക്തരുമായിട്ടുള്ള മനുഷ്യർ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതി, അവർക്ക് ജീവിക്കാനല്ലേ ഇടം വേണ്ടത്. ഈ ദുഷ്ടരല്ലേ മല പോലെ വാഴുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ പറയുന്നത് ദുഷ്ടരൊഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ടിരിക്കണം എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? കണ്ണടച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. ആ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയും തപബലവും കൊണ്ടിട്ട് ദുഷ്ടന്മാർ വരെ നന്നായി പോകും. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ ശരിക്കും ഒരാൾ നമ്മളെ ദ്രോഹിച്ചു, പറ്റിച്ചു, അന്ന് കണ്ണീന്ന് ചോര വന്ന് ആരോടും പറയാൻ നിവർത്തിയില്ല. പക്ഷെ കാലപ്പോക്കിന് നമ്മളതൊന്നും പരാതിയായിട്ട് പറയുന്നില്ല, പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണു മുമ്പിൽ അയാൾ റോഡിൽ വന്ന് നിന്ന് കരഞ്ഞ് 10 കോടി 25 കോടി സമ്പാദിച്ച ആ പടത്തിൽ നിന്ന് സമ്പാദിച്ചെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് റെയ്ഡ് ചെയ്ത് കുടുംബത്തിനകത്ത് നാശം വന്ന് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച സംവിധായകനാണ്. പക്ഷെ എന്നിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇപ്പം അയാൾ വിളിച്ചാൽ ഫോൺ ആരും അസിസ്റ്റൻറ്റ് പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് ഒരു പബ്ലിക്കായിട്ട് പറയുന്നൊരവസ്ഥയിൽ ഞാൻ മീഡിയയിലൂടെയും കണ്ടു. അപ്പോൾ അതിൽ സന്തോഷിക്കുകയല്ല, പക്ഷെ അയാൾ ചെയ്ത ദ്രോഹമാണ്. ആ ദ്രോഹം എന്താണെന്നൊന്നും ഞാൻ പറയുന്നുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് എന്നോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദ്രോഹം അയാൾ ചെയ്തു. മനസ്സിലായില്ലേ? പക്ഷേ ആ ദ്രോഹത്തിനുള്ള ശിക്ഷ അയാൾ തെരുവിൽ വന്ന് നിന്നു എന്നുള്ള ഒരവസ്ഥ ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണിയെടുക്കും, ഞാനെന്നല്ല, എന്നെ കാണുന്നോ കേൾക്കുന്നോ ആരും ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥമായിട്ടും ദൈവത്തിൽ അർപ്പിച്ചും ചെയ്തിട്ട് ആ കാശ് വ്യഭിചാരത്തിനോ മദ്യഷാപ്പിലോ പോകാതെ കുടുംബത്തിലെ വയറ് കഴിയാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് അവൻ ശപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തവനെ പറ്റിച്ചാൽ ആ പറ്റിക്കുന്നവൻ മുടിയും, ഉറപ്പാണ്. മനസ്സിലായി. ചേട്ടനോട് ഈ പറഞ്ഞ പോലെ സിനിമ അന്ന് ഈ പറയുന്ന 20-ാം വയസ്സിൽ സിനിമയിലെത്തി ആ ചേട്ടൻ ഉദ്ദേശിച്ച പോലെ തന്നെ കുടുംബം നോക്കാൻ പറ്റിയോ? ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ദൈവത്തെ പഴിക്കും, സ്വയം പഴിക്കും, എന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളും സ്വയം ദേഷ്യം, മറ്റുള്ളവരോടും ദേഷ്യപ്പെട്ടൊക്കെ ഒരു പ്രാകൃതമായ സ്വഭാവത്തിലേക്ക് വരും മനുഷ്യർ സാധാരണ ഈ ദുരിതമൊക്കെ വരുമ്പോൾ. പക്ഷെ നമ്മളത് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഒരു പരിധിവരെ അതൊരു നമുക്ക് പടിപടിയായിട്ട് ചേർത്ത് വെക്കുന്ന ഒരു സമ്പാദ്യമായിട്ടും ഒരു അസറ്റായിട്ടും ഒരു തകർക്കാൻ പറ്റാത്തൊരു ആത്മവിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അമൂല്യ നിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ഒരു ഇതിക്ക് മേലെ ഇനി വരാനില്ല നമുക്കൊന്ന്. അല്ല, ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി ദാരിദ്ര്യം നമുക്കുള്ളത് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ദാരിദ്ര്യം സ്വല്പം മരുന്നിനെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്, ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അടുക്കും ചിട്ടി നമുക്കുണ്ടാകും. ലാവിഷായിട്ട് കിട്ടിയാൽ അതെങ്ങോട്ട് പോയെന്ന് കാണാൻ പറ്റില്ല, എവിടേക്കോ പോകും. അത് തീർക്കാൻ കുറേ 4 വരും, പോകാൻ പാടില്ലാത്തടത്തൊക്കെ ആ പണം പോവും. നമ്മൾ എന്നിട്ട് വേറെ തന്നെ 10 രൂപ കടവും വാങ്ങിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ഞാൻ പറഞ്ഞത് 90,000 രൂപ ശമ്പളം കിട്ടിയ എൻ്റെ ഒരു സുഹൃത്ത് 20-ാം തീയതി ആയപ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി ഉണ്ണാൻ കാശില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം നടന്ന കാര്യമാണ്, കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണ്. അപ്പം ഞാൻ 10 വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലേ ഇല്ല. ഇനി അതിനു മുമ്പ് 20 വർഷം ഉണ്ടെങ്കിൽ 50,000 എഴുതി വാങ്ങിച്ചിട്ട് 500 രൂപ വന്ന പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്തം കണ്ട ഏതോ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി പോലും തന്നില്ല, 500 രൂപ തന്നുള്ളൂ. ഒരു പാട്ട് സീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ട് സീൻ, ഡയലോഗ് സീന്, ഫൈറ്റ് സീൻ എല്ലാം ചെയ്ത ഒരു പടമാണ്. ഞാൻ ആ സമയത്തൊക്കെ കുറേ ഹിറ്റ് പടങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുമാണ്, ആദ്യമായിട്ട് വരുന്നിടത്ത് പോലും അല്ല. പക്ഷേ ആ പുള്ളി ഒരു ഫ്രോഡാണെന്ന് എന്നെ അവിടെ ആ ലൊക്കേഷനിൽ വെച്ച് തെളിയിച്ചു. എന്നെ ഒരുപാട് അപമാനിക്കുകയും ചെയ്തു. പക്ഷേ 500 രൂപ തന്നുള്ളൂ. അത് ഇരുട്ടത്തായതുകൊണ്ട് ഞാനത് കണ്ടില്ല. എന്നാലും ഒരു മാന്യമായ രീതിയിൽ 2,000 1000 കാണുമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അന്നൊക്കെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ 500 ഉള്ളൂ. അപ്പോൾ ഇയാൾ 50,000 രൂപയുടെ പണി ഞാൻ അവിടെ ചെയ്ത് 50,000 രൂപ എഴുതി വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്, ചോദിക്കാൻ നിവർത്തിയില്ല. ഈയിടെ അദ്ദേഹം ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടു. അയാൾ പ്രൊഡ്യൂസറുമായി. അപ്പോൾ പ്രൊഡ്യൂസറായ വാർത്തയൊക്കെ അറിയുമ്പോൾ ഞാൻ വിചാരിക്കും ദുഷ്ടന്മാർക്ക് ഇങ്ങനെ വളരുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരവസ്ഥയിൽ അയാൾ മരിച്ച നിലയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈയിടെ ഒരു വാർത്ത കിട്ടും അദ്ദേഹം. അപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണു നമ്മൾ ഓരോ പോയിന്റ് നോക്കുമ്പോഴത്തേക്ക്
നന്മ ചെയ്യുന്നവന് നാശമേ ഇല്ല, സമാധാനക്കുറവുമില്ല. ബേസ് അത്രയേ ഉള്ളൂ. നമുക്കെന്തോ അവൻ്റെ നിന്ന് കിട്ടി ഇവനെ പറ്റിച്ചെന്ന് ആ താൽക്കാലികമായിട്ട് തോന്നിയെങ്കിൽ നിന്നിടത്തുനിന്ന് വീണാൽ പിന്നെ വീണടുത്ത് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സമനിലയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കിട്ടിയതിൽ തൃപ്തി ഉണ്ടെങ്കിൽ ഏറ്റവും കോടീശ്വരന് തുല്യ. നമുക്ക് ആ ഒരു തൃപ്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 90,000 രൂപ ശമ്പളം കിട്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ 20-ാം തീയതി ആയപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുമാനം ഇല്ലാതെ ഞാനിവിടെ ജീവിക്കുന്നു, സുഭിക്ഷമായിട്ട് ജീവിക്കുക. ചേട്ടാ, നമ്മൾ ഈ ആത്മീയതയിലേക്ക് വന്ന ഒരു കാര്യം പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പം ഈ കഴുത്തേ കിടക്കുന്ന അതെന്തുവാണ്? ഇതൊക്കെ നമ്മുടെ പൂജയുടെ സാധനങ്ങളാണ്. രുദ്രാക്ഷമുണ്ട്, അല്ലാതെ പിന്നെ യന്ത്രങ്ങളൊക്കെ. ചേട്ടാ, പൂജയാണ് ഒരു 10 വർഷമായിട്ട് വരുന്ന കാര്യം പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കൊച്ചിലെയൊക്കെ യാദൃശ്യമായിട്ട് നമ്മൾ ഗീത ക്ലാസ്, സായിബാബ ക്ലാസ്സിന്, ചിന്മയ ക്ലാസ്, എങ്ങനെ ആര് നമ്മളെ വീട്ടിൽ വന്ന് വിളിക്കുന്നു, അങ്ങനെയൊക്കെ ആ പ്രദേശത്തുള്ള പിള്ളേരൊക്കെ അന്ന് ഒരു വീട്ടിൽ 6 പിള്ളേർ മിനിമം ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഒരു സെൻറ്ററിൽ ഭജന തുടങ്ങി കഴിഞ്ഞാൽ 19 പിള്ളേർ കാണും. ഇവർക്ക് വേണ്ടിയിട്ട് ചുണ്ടൽ അവർ നനച്ചൊക്കെ ക്ലൈമാക്സിൽ കൊടുക്കും. ഇതിനോടുള്ള ഒരു അട്രാക്ഷൻ വെച്ച് ഞങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ എങ്ങനെയായാലും മധുരം കൊടുത്തത് ആത്മീയത ഉള്ളിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റം അന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ആത്മീയതയെക്കുറിച്ചും ഗുരുത്വത്തെക്കുറിച്ചും മാനുഷികതയെക്കുറിച്ചും മാത്രമേ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളൂ. ഭക്തി എന്താണെന്നൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് പഴഞ്ഞാണ് നീ തിന്നുന്നതിനും ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ തിന്നും, അല്ലാതെ നെയ്യിട്ട് പായസം തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട് കൊച്ചിലെ. അപ്പോൾ ഭക്തിയുടെ അടിത്തലം തൊട്ട് നമുക്ക് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. പക്ഷെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതം എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടുമില്ല. ഇപ്പം നമ്മൾ കേൾക്കുന്നതല്ലാതെ, ഞാൻ കേൾക്കുന്നതല്ലാതെ നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമുക്ക് അന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ലായിരിക്കും. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, കാരണം നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ബേസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ജീവിതത്തിലുള്ള സ്ട്രഗിളും പ്രശ്നങ്ങളിലൊന്നും ഭക്തിയെക്കുറിച്ച് ചിന്തിക്കാനും അറിയാനുമുള്ള യോഗ്യതയോ കാലമോ അന്ന് അനുവദിച്ചില്ല. ക്രമേണ നമ്മൾ വന്ന് നമ്മുടെ അപ്പൻ ഭയങ്കര വിശ്വാസിയാണ്. പക്ഷെ കൊടിയ ഒരു അസുഖവും ദാരിദ്ര്യവും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഡെയിലി വെളുപ്പിനെ വന്ന് തൊഴുന്ന മുല്ലക്കലമ്മയാണ് തൊഴുന്നത്. പക്ഷെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മദ്യപിച്ചിട്ട് ആ വേദന സഹിക്കാൻ വയ്യാതെ മരണവെപ്രാളമാണല്ലോ, എന്നിട്ടും ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. ഞാനൊക്കെ നമ്മളൊക്കെ അതാ ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബനാഥൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ത്രീകളെ അടിമപ്പെടുത്തുക എന്നുള്ളതല്ല, അവരെ ഉള്ള സൗകര്യത്തിൽ റാണിയെ പോലെ വെച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. അവർ കുടുംബവും പിള്ളേരെയും സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഒരമ്മ അല്ലേ. അമ്മയ്ക്കാണ് ഏറ്റവും നല്ല സമൂഹത്തെ ഉരുവാക്കാനുള്ളൊരു എല്ലാ സിദ്ധിയും ദൈവം കൊടുത്തിരിക്കുന്നത്. അടുക്കളയാണ് ഏറ്റവും വലിയ വിദ്യാലയവും ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സും എന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അമ്മ വാത്സല്യത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന, ഊട്ടി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ അടുത്ത സമൂഹത്തിലേക്ക് നമ്മൾ മണ്ണിൽ പോയാലും പിള്ളേർ നിലനിർത്തുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇതിൽ. അനുവിൻ്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ വിട്ടതാണ്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും നല്ല എപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ ഒരുക്കി വിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുങ്ങി പോകണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിച്ച് ആയിരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ എങ്ങനെ ഇവർക്ക് പട്ടെടുക്കുക, ഓർണമെന്റ്സ് വാങ്ങി. ഇപ്പോൾ വലിയ ഫാൻസി ആയിട്ട് നല്ല കുറേ കുന്നുണ്ട്, എന്നിട്ട് അവൾ ഇടത്തില്ല, ഞാൻ അവിടെ അപ്പോൾ ഇടത്തില്ല എന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഞാൻ പെങ്ങളും അമ്മയും ഉള്ളപ്പോഴും ഒക്കെ അവരെ അമ്മ വയസ്സാണെങ്കിലും അമ്മയൊക്കെ ഒരുക്കി പട്ടൊക്കെ ഒളിപ്പിച്ചൊക്കെ ഞാൻ വിടുന്നത് ഒരു ഫംഗ്ഷനൊക്കെ. എന്നിട്ട് അതിങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി അതൊരു എന്നിട്ട് അവർ പോകുമ്പോൾ ഞാനിങ്ങനെ വാതിക്ക് ഗേറ്റിൽ ഇറങ്ങി ഒരു കുടുംബനാഥൻ എന്നുള്ളൊരു വലിയ ആസ്വദിക്കും, ഇവർ കണ്ണീന്ന് മറയുന്നിടം വരെ. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ കാലപ്പോക്കിന് കുറേ അമ്മയുടെ മരണം വന്നപ്പോഴാണ് അത് അങ്ങനെ വലിയ സംഭവമില്ല. പക്ഷേ എനിക്കൊരു 3 വർഷം എടുത്തു അത് ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ 7 വർഷമായിട്ട് കുട്ടികളില്ല. ഞങ്ങളപ്പോൾ കല്യാണം കഴിച്ച് ഹണിമൂൺ പോയിട്ടുണ്ടോ ഇല്ലയോ, ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെല്ലാം അവിടെ താമസിക്കുക. പഴനി, തിരുപ്പതി, അവിടെയൊക്കെ സേവ ചെയ്യുക, ഇല എടുക്കുക, വഴിപാട് ഭക്തർക്ക് സേവ ചെയ്യുക, എന്നിട്ട് ശയനപ്രദർശനം ചെയ്യുക, അങ്ങനെ ഒരുപാട് മധുര, രാമേശ്വരം എല്ലായിടവും കവർ ചെയ്തിട്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാവശ്യം മുല്ലക്കലമ, മണ്ണാസാല, ഗുരുവായൂരപ്പൻ, പടക്കുന്നതിന് എങ്ങനെ. അപ്പോൾ അങ്ങനെ ആ ഒരു ദൈവീകത ഡെവലപ്പായി വന്ന, അങ്ങനെ ദൈവീകതയിൽ ഊറി വന്നതാണ് ഈ നാരായണൻ. ആ നാരായണൻ വരുന്നതോടനുബന്ധിച്ചാണ് അമ്മ മരണത്തിലേക്കും പോകുന്നത്. അമ്മ മരിക്കുന്നതിൻ്റെ മരണത്തിന് നാളെ പ്രസവിക്കുന്നുള്ള ഘട്ടത്തിൽ വണ്ടി പിടിച്ച് അവിടെ നിന്ന് വന്നു, കൊല്ലത്തുനിന്ന് വന്നിട്ട് ഇവിടുന്ന് നെടുവിളിയും കരയിലൊക്കെ കഴിഞ്ഞ് പോയി 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കറക്റ്റ് പ്രസവിച്ചു. അപ്പോൾ ഇവിടെ സഞ്ചയനം എന്ന് പറയുന്ന ചടങ്ങൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വേദനയിൽ നിൽക്കുന്നത് പോരാതെ ചടങ്ങുകൾ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ പ്രസവത്തിൻ്റെ സമയമായി തിയേറ്ററിൽ കയറുന്നു എന്നും പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പ്രസവിക്കുമ്പോൾ നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമ്മളുണ്ടാവണം, അത് നിർബന്ധമാണ്. അത് അമ്മ മരിക്കുന്ന സമയം ഞാൻ അടുത്തുണ്ടായിരുന്നു, അത് സുഹൃതം സാധിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞാൻ വന്നേക്കാമെന്ന് പറയുന്നതിന് പകരം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു
തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ബോധം കെടുത്തുമല്ലോ. അപ്പോൾ ബോധം കെടുന്നതിന് മുമ്പ് അവളുടെ പറ ഞാൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറ. അപ്പോൾ അവൾ ബോധം കെട്ടാലും ഉൾമനസ്സിൽ ഞാൻ ആ വാതിക്കെ കാവലുണ്ടെന്നുള്ളൊരു ബോധം വേണം ഭാര്യമാർക്ക്. പ്രസവിക്കുമ്പോൾ പ്രത്യേക ഒരു ജീവൻ കളഞ്ഞ് ജീവൻ തിരിച്ചെടുത്ത് ഒരു സ്ട്രഗിൾ കഴിഞ്ഞ് കൊണ്ടുവരുന്ന വലിയൊരു പ്രോസസ്, വലിയൊരു സംഭവം അത് ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇവിടുന്ന് യാത്രയായി കായംകുളത്തിപ്പോൾ പ്രസവിച്ചു എന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ആഹ്ലാദം, സന്തോഷം. ഇവർ എല്ലാവരും കാണിച്ച് കുഞ്ഞിനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു. ഞാനപ്പോൾ താടി അപ്പോഴത്തേക്ക് എൻ്റെ രൂപമൊക്കെ മാറി വരുന്നുണ്ട്, താടിയും നരയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ചെന്നപ്പോഴത്തേക്ക് സിസ്റ്റർമാർ, ഇവള് ബോധമില്ലാതെ ഇരിക്കാൻ തോന്നുന്നു, സിസ്റ്റർമാർ കുഞ്ഞിനെ കൊണ്ട് തന്നു. കുഞ്ഞിനെ കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ വിചാരം ഞാൻ പൊട്ടിച്ചിരിക്കുമെന്നാണ്. അപ്പോഴും നമുക്ക് അതിനുള്ള യോഗമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് കാലിങ്ങനെ പിടിച്ച് കയ്യിലോട്ട് മോനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടിനാവിയിൽ നിന്നൊരു ചൂട് ബോംബ് വരുന്ന പോലെ വന്നിട്ട് കണ്ണിൽ നിന്ന് കുളുകുളാന്ന് തിളച്ച വെള്ളം ഇങ്ങനെ മൂക്കിൽ നിന്ന് കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അനക്കമൊന്നുമില്ല, എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നവരെല്ലാം സൈലൻ്റായി. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നമുക്ക് പൊട്ടിച്ചിരിച്ച് മധുരം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴും നമ്മൾ അവിടെ അടങ്ങിയിരുന്ന് കരയാൻ വിധിക്കപ്പെട്ടൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും എനിക്ക് ഉത്സവങ്ങൾ, മേളങ്ങൾ അവർ വലിയ താല്പര്യമില്ല. ആൾ കൂടുന്നിടത്ത് ഞാൻ അധികം പോകാറില്ല. ഫംഗ്ഷനൊന്നും അങ്ങനെ കൂടുതൽ പോകാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ടതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് ആർഭാടങ്ങൾ എൻ്റെ ജീവിതത്തിൽ പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. ഇവരെയൊക്കെ ഒരുക്കി നടത്തണം എന്നുള്ളത് അത് നമ്മുടെ ധർമ്മമാണ്. ഒരു ആണിൻ്റെ ഒരു പുരുഷൻ്റെ ഒക്കെ ധർമ്മമാണ് വീട്ടിലെ പെണ്ണുങ്ങളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത്, അല്ലേ? അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് പറ്റുന്ന രീതിക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇണങ്ങി കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. മുല്ലക്കാമയുടെ അനുഗ്രഹമാണ്. ഇല്ലാത്തപ്പോഴും കൂടെയുണ്ട്, ഇപ്പോഴും കൂടെയുണ്ട്. ഇടയ്ക്കൊന്ന് പേടിച്ചൊക്കെ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ പോയെങ്കിൽ അത് സംഭവിക്കും. അത് എനിക്ക് എന്നെ തന്നെ പിടുത്തം കിട്ടാത്തൊരു ലെവലിലേക്കൊക്കെ പോയി ഭാവിയെ കൊടുത്ത് അങ്ങനെ ആശ്രമങ്ങൾ. ആ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, സ്വാമിമാരും സന്യാസിമാരും ആശ്രമവാസികളൊക്കെ ഇവിടെ വന്ന് ഞാനുമായിട്ട് സമ്പർക്കമായി. വലിയ വലിയ മഠാധിപതികളൊക്കെ ഇവിടെ വന്നു, അവരുമായിട്ടൊക്കെ സമ്പർക്കമായി, അങ്ങോട്ട് പോക്കായി, ഇങ്ങനെ ഹിമാലയ യാത്ര ഇങ്ങനെയൊക്കെ വന്നില്ലേ. അതൊരു കാലഘട്ടം, അതെന്തൊക്കെയോ ദൈവം കണ്ടുവച്ചിരിക്കുന്ന കർമ്മം. അന്നത്തേന്ന് ഇങ്ങോട്ടേക്ക് വരാനായിരിക്കും. നമുക്കൊരു പ്രകൃതിക്കൊരു നീതിയുണ്ട്, നിയമമുണ്ട്. നമ്മളെ നയിക്കുന്ന അവരാണേ. നമ്മളെ പല പേരിൽ വിളിക്കുന്ന ദൈവം എന്ന് ഏത് പേരിൽ വിളിച്ചാലും ആ ഒരു ശക്തി ഇല്ലേ, അതിൻ്റെ ആ ഒരു ശക്തിയുടെ കീഴിലാണ് എല്ലാം ചലിക്കുന്നത്, അല്ലേ? ഈ ഗ്രഹങ്ങൾ, കോടാനുകൂടി ഗ്രഹങ്ങളൊക്കെ ചലിക്കുന്ന ആരെങ്കിലും പൈലറ്റായിട്ട് നിന്ന് ചലിപ്പിക്കുന്നതല്ല, ആ ഒരൊറ്റ പൈലറ്റ് ഉണ്ട്, ഇല്ലേ? അതിനനുസരിച്ച് നമ്മൾ പോയി വന്നു. പക്ഷെ എന്തൊക്കെയോ പാവങ്ങളൊക്കെ തീർത്ത് തിരിച്ചു വന്നു. പിന്നെ ഇവരുടെ ഒക്കെ ഒരു കുടുംബജീവിതം കൂടെ വേണമെന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കാവ്യ തൽക്കാലം അഴിച്ചു വെച്ച് നമ്മുടെ ആത്മീയമായ വേഷം തന്നെ എടുത്തിട്ട് കുടുംബവും പൂജയും പ്രാർത്ഥനയും ഭാഗവതം പാരായണം. ഇപ്പൊ ബാങ്കിലൊരു ജോലി, ഒരു മാന്യമായ ഒരു പദവിയിലേക്ക് നമുക്കൊരു ജോലി കിട്ടി. അപ്പോൾ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇനി അടങ്ങിയിരുന്ന് സ്ഥിരമായിട്ട് കിട്ടും എന്ന് ഉറപ്പുള്ളൊരു ശമ്പളം വാങ്ങിക്കണമല്ലോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ ആരോ വിളിക്കും, ആരൊക്കെ തരും, ഇടയിൽ നിന്ന് ആരൊക്കെയോ അടി വലിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടാത്ത അവസ്ഥയൊക്കെയല്ലേ നമ്മൾ 10-30 വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോയി എന്നാണ് ചോദിച്ചെങ്കിൽ ഈ പറഞ്ഞതാണ്. ഒരു വട്ടം വരയ്ക്കും, നമുക്ക് എന്ത് കിട്ടുന്നോ ഒരു വട്ടം വരയ്ക്കും. ഇപ്പോൾ ഞാൻ സീരിയൽ ചെയ്യുമ്പോൾ നമുക്കൊരു മാസം കിട്ടുന്നത് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഈ മാസം അത് ഞെരടി വെച്ച് എല്ലാം മാനേജ് ചെയ്യും. എന്ന് വെച്ചാൽ പിശുക്കൊന്നുമില്ല, എല്ലാം മാനേജ് ചെയ്യും. എവിടെ വില കുറച്ച് കിട്ടും എന്നുള്ള അന്വേഷിച്ച് റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഏറ്റവും നല്ലതും എൻ്റെ ഒരു പോളിസി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള. ഒരു ബ്രാൻഡഡ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അവൻ 5000-ൻ്റെ ഞാൻ 500-ൻ്റെ ആയിരിക്കും, പക്ഷെ ഒന്നും വ്യത്യാസം തോന്നാൻ പാടില്ല. ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ തപ്പിയെടുക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ സീരിയലിലൊക്കെ എൻ്റെ കോസ്റ്റ്യൂം കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി 150-ന് വാങ്ങിക്കും, 5000-ൻ്റെ എന്നൊക്കെ പറയും. അല്ല, സീരിയസ്, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല നമ്മൾക്ക്, പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയതല്ലേ. നമ്മൾ പിൻപറ്റി വന്ന, നമ്മൾ ആ ദുരിതമെന്നോ ദാരിദ്ര്യമെന്നോ പറഞ്ഞ് നമ്മളെ പ്രകൃതി, കാലം, ദൈവം പഠിപ്പിച്ച പാഠങ്ങളുടെ ഫലം നമുക്കിപ്പോഴും ഇല്ലെങ്കിൽ പെരയ്ക്കാതിരിക്കും, ആരും അറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും മറ്റുള്ളവരുടെ പാരയോ സപ്പോർട്ടോ ഒന്നുമല്ല നമ്മളെ, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് കളിച്ച് കയ്യിലെടുത്ത് വെണ്ണയിട്ട് അമ്മാനവാടി വിധേയം പാലിച്ച് കാലുതി ഇതൊന്നും അല്ല നമ്മളെ എത്തിക്കുന്നത്. ഒരാളാണ് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ആ ആളെ കിഴങ്ങ് പിടിച്ചു. അതുകൊണ്ട് നമുക്കിപ്പം സമാധാനം, സന്തോഷം, വേവലാതി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും പറ്റി കുറ്റം പറയാൻ യോഗ്യതയില്ല, അവകാശമില്ല, താല്പര്യമില്ല. നാരായണ, ബോറടിച്ചോ? നാരായണൻ ഉറക്കം വന്നടാ. നാരായണൻ ഇതിനു മുന്നേ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ പറയുന്ന അച്ഛനൊന്നും പറഞ്ഞു തന്നിട്ടില്ല? ഇല്ല. അപ്പൊ പറഞ്ഞ കേട്ടായിരുന്നോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? മനസ്സിലാവേണ്ട. പക്ഷെ അപ്പയും അമ്മയും ഭയങ്കരമായിട്ടും കുഞ്ഞിനെ എന്താ പറയാ,
നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ അതിന് അപ്പ ഗുരുവായൂരപ്പ സ്വാമിയാണ്. കഷ്ടപ്പെടുന്നത് അപ്പടെ ഗുരുവായൂരപ്പ സ്വാമിയാണ്. ഗുരുവായൂരപ്പ സ്വാമിയാണ്, കണ്ണൻ നാരായണൻ അല്ലേ? മുല്ലക്കലമ്മയുടെ നിധിയ. അപ്പൊ അഭിനയിച്ച് മുല്ലക്കലമ്മയ്ക്ക് കിട്ടിയോണ്ട് മുല്ലക്കലമ്മയ്ക്ക് സമർപ്പിച്ചതാണ്. സമർപ്പിച്ച മുല്ലക്കലമ്മയാണ് ഗാർഡിയൻ. ഗാർഡിയൻ. ഇതേ അപ്പയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാ കണ്ടേ? അങ്ങനൊന്നും പറഞ്ഞില്ല. വിജയിനെ ഇഷ്ടമാണോ? സിനിമ കാണാറുണ്ടോ? വിജയ് തമിഴ് നടൻ ഇഷ്ടമല്ലേ? തമിഴ്നാട് വിജയിനെ ഇഷ്ടമല്ലേ? അപ്പ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അല്ല വിജയുടെ കൂടെ അപ്പ അഭിനയിച്ച പടം കണ്ടിട്ടുണ്ടോ? ചേട്ടാ അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവിടെ ഫോട്ടോ ഇരിപ്പുണ്ടല്ലോ. വർക്കിംഗ് സ്റ്റില്ലായിട്ട് എൻ്റെ കയ്യിൽ പറയാൻ അതൊരെണ്ണം ആരോ തന്ന് അത് കൊണ്ട് വെച്ചതാ. കൂടെ ആരുടെ അഭിനയിക്കാനൊക്കെ പോകുമ്പം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ വർക്ക് ചെയ്തിട്ട് മാറി നിൽക്കും. അതൊരു പരിധി വരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കാണുന്നവർക്കൊക്കെ അത് ഒരു അഹങ്കാരമായിട്ടോ അവരെ ഇൻസൾട്ട് ചെയ്തതായിട്ടോ ജാടയായിട്ടോ ഒക്കെ തോന്നാനായിരിക്കാം അവരവരുടെ മനസ്സിൻ്റെ ഇതനുസരിച്ച് പ്രതിഫലിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ല, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എല്ലാവരുടെ ഇടയിൽ പോയി ശീലമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിച്ചത് അമ്മയുടെ കൂടെ, അത് കഴിഞ്ഞ് ഒതുങ്ങി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പുറം ലോകത്ത് വന്ന് ഓരോ പടിയും മുട്ടി ഓരോരുത്തരെ കാണുന്നത്. പക്ഷെ മിങ്കിൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഇടക്കാലത്ത് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ. ശരിക്കും എത്രത്തോളം പടത്തിൽ അഭിനയിച്ചു? തമിഴ്, മലയാളം, തെലുങ്ക് 50 പടമോളം അഭിനയിച്ച് കാണും. പിന്നെ സീരിയൽ കുറെ എല്ലാം അത്യാവശ്യം അറിയാലോ. മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത ജ്വാലയിൽ നായകനായിരുന്നു, അത് ഹിറ്റാണ്. പിന്നെ കാണാക്കിനാവ്, സൂര്യപുത്രി, സ്ത്രീയില് ഏഷ്യാനെറ്റിന്റെ സ്ത്രീ, അന്നത്തെ സ്ത്രീ സീരിയലില് നമ്മൾ അതിനകത്തൊരു കാമുകനായിട്ട് ഉണ്ടായിരുന്നു. എല്ലാ ചാനലില് ലീഡിങ് ഹിറ്റ് സീരിയലൊക്കെ അന്ന് വില്ലനായിട്ടുണ്ടായിരുന്നു. സൂര്യപുത്രി ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായതാ. ഇപ്പൊ ആരെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടോ ലൈക്ക് അവസരങ്ങൾക്ക്? അല്ല, ഇന്ന് ഒരു യാദൃശ്യമായിട്ട് എൻ്റെ ഒരു ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരു അസിസ്റ്റന്റ് പയ്യൻ, പുള്ളിയുടെ കൂട്ടുകാരൻ ഡയറക്റ്റ് ചെയ്യുന്നു. അതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ വിളിച്ചു. അപ്പോൾ ഞാൻ ബാങ്കിലിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വീഡിയോ കോൾ വന്നു. അപ്പോൾ ഇതാണ് ലുക്ക്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ജീവിത ലുക്കാണ്, വേഷത്തിനനുസരിച്ച് മാറാം, പക്ഷെ അത് ക്യാരക്ടർ നല്ലതാണെങ്കിൽ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. അപ്പോൾ അവർ മുടിയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പോൾ അതിന് മാത്രമുള്ള ക്യാരക്ടർ ആണെങ്കിൽ സംസാരിച്ചിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ചേച്ചി ഇനി ചേട്ടനെ സിനിമയിൽ വിടുന്നുണ്ടോ? അല്ല, ചോദിച്ചത് എന്തെങ്കിലും കുതിരിപ്പ് വേണ്ടേ ലാസ്റ്റ് നിമിഷം? അങ്ങനെയില്ല, ഇഷ്ടമായിട്ടാണല്ലോ നമ്മള്. തീർച്ചയായും. അല്ല, കല്യാണത്തിന്റെ സമയത്ത് തന്നെ വില്ലനായിട്ട് ചെയ്യുന്നത് അല്ല, കണ്ടിട്ട്. ചേച്ചിക്ക് സിനിമയിൽ ഇനിയും ചേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്റെ കവിരാജ് എടുത്തിരുന്നത് കവിരാജ് അല്ലേ? ഇത്രയേ ഉള്ളൂ. അമ്മയെ സ്നേഹിക്കുന്ന, പെങ്ങളെ നോക്കുന്ന, എന്നെ നോക്കുന്ന അല്ലേ? നാരായണന്റെ അച്ഛൻ കവിരാജ്. അപ്പൊ ചേട്ടാ പുതിയ പടങ്ങള് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇനിയും അടിപൊളി നല്ല ഈ ലുക്കിൽ തന്നെ നല്ല ഇത് ചെയ്യാൻ പറ്റുന്ന. ഈ ലുക്കൊന്നല്ല, പ്രായത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഇപ്പം കൂടെ അഭിനയിച്ച നടന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ കലാമണി ചേട്ടനല്ല കലാമണി, കാരണം എന്നെ കല്യാണ ചേട്ടനെ വിളിക്കണ്ട. ഇപ്പൊ കലാമണി, ഇർഷാദ്, ഇവിടുത്തെ ചേർത്തല ജയനില്ലേ, നരയാക്കിയിട്ട് അച്ഛനായിട്ട് വരുന്ന എല്ലാം എന്നെക്കാട്ടില് വയസ്സുകൊണ്ട് ഇളയതാ. അപ്പോ അവർക്കൊക്കെ മെച്യൂർഡ് ആയിട്ടുള്ള അച്ഛൻ വേഷങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും നമുക്ക് എപ്പോഴും കോളേജും ബാഗും ബുക്കുക. ഇപ്പോഴും അത് അനുഗ്രഹമാണോ ചോദിച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കത് ശാപമായിട്ടേ തോന്നിയിട്ടുള്ളൂ. നമുക്കത് അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡാണ്. ഇമോഷണൽ ആവാനാണെങ്കിലും വയലന്റ് ആവാനാണെങ്കിലും അഭിനയിക്കുന്ന ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് പ്രതിഫലിപ്പിക്കാൻ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ എന്നെ അതിന് പാകപ്പെടുത്തിയ ഫിസിക്കലി മാറ്റാവുന്നതേ ഉള്ളൂ രൂപമൊക്കെ. പക്ഷെ അത്ര റിസ്ക് ഒന്നും ഇൻഡസ്ട്രിയിൽ ആരും എടുക്കുന്നില്ല. അങ്ങനെയുള്ള വേഷങ്ങൾ എന്നെ തേടി വന്നിട്ടില്ല. വരികയാണെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. പ്രായത്തിനനുസരിച്ച് എനിക്കാണെങ്കിൽ അച്ഛനോ അപ്പൂപ്പനൊക്കെ അങ്ങനെ വലിയ ഇഷ്ടമാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നല്ലൊരു ടീച്ചർ വേണം, നല്ലൊരു സംവിധായകൻ അതായത് വേണമല്ലോ. അപ്പം നമ്മൾ ഇതുവരെ അഭിനയിച്ചതെല്ലാം നമ്മളെ വിളിക്കുന്നു, 1-2 സീൻ ആക്ഷൻ പറയുന്നത് കട്ട് പറയുന്നത്, നമ്മൾ ചെയ്തതെല്ലാം ഓക്കെ കൈ തന്നു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഒരു ഇപ്പോഴത്തെ ജാമ്പവന്മാരായിട്ടുള്ള മഹാനടന്മാർക്ക് കിട്ടിയതുപോലുള്ള മഹാഗുരുക്കന്മാരും ട്രെയിനിങ്ങും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും നല്ലൊരു ആശാനെ കിട്ടുമ്പോഴേ നല്ലൊരു ശിഷ്യൻ ഉണ്ടാവുള്ളല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗുരുസ്ഥാനത്ത് കുറച്ച് പേരുണ്ടെന്നുള്ളതല്ലാതെ ആ കഥാപാത്രം ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം, നടപ്പ്, ലുക്ക്, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചിരിച്ചാൽ പോരാന്നൊക്കെ പറഞ്ഞ് തിരുത്തിയെടുത്ത ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല, ഇത്രയും വർഷത്തിലില്ല. അത് സീരിയലിൽ ഒട്ടുമില്ല. സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ ഈച്ച വന്ന് നമ്മൾ ഈച്ച കാട്ടിയതിന് ആ കട്ട് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അഭിനയിച്ചോണ്ട് സാർ ഇത് ഒരു ഈച്ച വന്ന് ഞാൻ അറിയാതെ കയ്യിങ്ങനെ നാച്ചുറൽ അടുത്ത ഷോട്ട് പറയും. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് ആ ഒരു വിഷമം വേണമെങ്കിൽ നല്ല ഒരു ട്രെയിൻ, നല്ലൊരു
ഗുരുവിനെ കിട്ടി, നല്ല അതിനനുസരിച്ചുള്ള കഥാപാത്രം കിട്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാത്രമല്ലല്ലോ ശരി, അല്ല നമ്മളെ തിരുത്തി ചെയ്യുന്നിടത്താണ് നമ്മൾ. അല്ല, അവർക്ക് വേണ്ടത് എടുക്കുക. ചിലപ്പോ അത് മീറ്റർ കൂടും, അത് കറക്റ്റ് മീറ്റർ. അതെ, നമ്മളെ തിരുത്തി ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും എല്ലാവരും ഒരു അമൂല്യമായ ഒരു കലാകാരനോ അല്ലെങ്കിൽ എന്തൊരു വസ്തുവാകുന്നത് അല്ലേ. ഒരുപാട് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത് എൻ്റെ പീഡനങ്ങളുടെയോ ദുരിതങ്ങളുടെയോ അനുഭവമാണ് നമുക്ക് സമാധാനപരമായ അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും ദൈവഭക്തിയൊക്കെ ഉണ്ടായത് അതിൻ്റെ ആണെന്ന് വെച്ചോളൂ. പക്ഷെ എപ്പോഴും ഈ ഒരു കഥാപാത്രമാകുന്നതിന് നല്ല ആശാകന്മാരുടെ മെരുക്കൽ, ഒരു ശിക്ഷിക്കൽ വേണം, നേർനടത്തൽ ഒക്കെ വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെടുത്ത് വന്നേനെ. ശരി ചേട്ടാ, ഏതായാലും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കട്ടെ, ലൈക്ക് ചേട്ടൻ ആഗ്രഹിച്ച രീതിയിൽ. കാരണം ചേട്ടൻ്റെ മനസ്സ് തുറന്നിട്ടുണ്ട് എന്താവണം, എനിക്ക് എങ്ങനെ ആവണം എന്നുള്ളത്. വരുന്നത് തന്നെ വിശ്വസിക്കുന്നു, ചേട്ടൻ ഉപാസിക്കുന്ന ചേട്ടൻ്റെ ദൈവികമായ ഒരു, നമ്മൾ പറഞ്ഞല്ലോ ആ എനർജി ഉണ്ടല്ലോ, പ്രകൃതിയുടെ എനർജി, അത് കൊണ്ടേക്കും. അല്ല, അതിന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. അതിനൊന്നും പരാതിയില്ല, ആരോടും പരാതിയില്ല, ആരോടും ദേഷ്യമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ദുഷ്ടരെ കണ്ട വിലകണം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവുക. ദുഷ്ടരെ നശിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ ദൈവത്തോട് നന്ദി പറയും, അതിപ്പോഴും പറയും. അതിപ്പോൾ ഏത് ലോകയുദ്ധങ്ങളിൽ പെട്ടതാണെങ്കിൽ പോലും ഞാൻ ദുഷ്ടരെ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബാക്കി എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കും, എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ എന്തായാലും സന്തോഷം ശരണ്യ, സത്യം എല്ലാവർക്കും കേട്ടോ. താങ്ക് യു.